രേവതി ഇഷ്ടിക വീട്ടിലേക്ക് കൊണ്ടുവന്നതോർത്ത് പേടിച്ചു നിൽക്കുന്ന ചന്ദ്രമതിയെയും സുധിയെയും ശ്രുതിയെയും കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. പിന്നീട് മുറിയിലേക്ക് എത്തുന്ന സച്ചി ഇഷ്ടിക ഭദ്രമായി മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുകയും ദിവസവും ഈ ഇഷ്ടിക കണ്ടുവേണം എനിക്ക് ഉണരാനെന്നും ഈ വീട്ടിലുള്ളവർക്ക് ഇത് കാണുമ്പോൾ ഒരു പേടി വരുമെന്നും സച്ചി പറയുന്നു. ശേഷം നിന്നെക്കുറിച്ച് ആളുകൾ പുകഴ്ത്തി സംസാരിക്കുന്നത് എനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞ് സച്ചി പുറത്തേക്ക് പോകുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന മഹിമ മദ്യപിച്ചിരിക്കുന്ന മധുസൂദനെ വഴക്ക് പറയുന്നു. തുടർന്ന് നമ്മുടെ മകളെ നമുക്ക് നഷ്ടപ്പെടാൻ കാരണക്കാരൻ രവീന്ദ്രനാണെന്നും അയാൾക്ക് നല്ലൊരു പണി കൊടുക്കണമെന്നും അതിനു വർഷ അവരുടെ വീട്ടിൽ പോയി നിൽക്കണമെന്നും വർഷനെ നമ്മൾ അവിടെ കൊണ്ടാക്കണമെന്നും മഹിമ പറയുമ്പോൾ അയാളുടെ വീട്ടിലേക്ക് ഞാൻ വരില്ലെന്നും ഞാൻ അയാൾക്ക് മുമ്പ് താന്നു കൊടുക്കില്ലെന്നും മധുസൂദനൻ പറയുന്നു. പിന്നീട് ചന്ദ്രമതിയുടെ ഫ്രണ്ട് വിളിച്ച് രേവതിയെ അഭിനന്ദനം അറിയിക്കണമെന്ന് പറയുമ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നു. ശേഷം ചന്ദ്രമതിയെ വിളിക്കുന്ന മഹിമ നിങ്ങൾ പറഞ്ഞ ഡിമാൻഡ് ഞങ്ങൾ അംഗീകരിക്കുന്നുവെന്നും നാളെ തന്നെ ഞങ്ങൾ അവരെയും കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്നും പറയുന്നു. ഇത് കേട്ട് ചന്ദ്രമതിക്ക് സന്തോഷമാകുന്നു. തുടർന്ന് സച്ചിയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്നും ഞങ്ങൾ അവരെയും കൊണ്ട് വരുമ്പോൾ സച്ചി അവിടെ ഉണ്ടാവരുതെന്നും മഹിമ പറയുമ്പോൾ ചന്ദ്രമതി അതിന് സമ്മതിക്കുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന സച്ചി ഇഷ്ടികയുടെ പുറത്ത് പൂമാലയിട്ട് വെക്കുകയും രേവതിയെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്നു. ശേഷം ഇത്രയും കാലം ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞിട്ടും നീ എന്നെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുന്ന സച്ചിയോട് ഈ ആയുധം ഒരിക്കലും ഞാൻ നിങ്ങളുടെ നേരെ ഉപയോഗിക്കില്ലെന്ന് രേവതി പറയുന്നു. അതോടെ സച്ചിക്ക് സന്തോഷമാവുകയും രേവതിയെ പൊക്കിയെടുത്ത് വട്ടം കറക്കുകയും ചെയ്യുന്നു. ശേഷം നിലത്ത് പാവിരിച്ച് കിടക്കാൻ ഒരുങ്ങുന്ന സച്ചിയോട് കട്ടിലിൽ കയറി കിടക്കാൻ രേവതി പറയുമ്പോൾ സച്ചിക്ക് സന്തോഷമാകുന്നു. തുടർന്ന് സച്ചി രേവതിക്ക് വേണ്ടി പാട്ടുപാടി കൊടുക്കുകയും സച്ചിയുമൊത്തുള്ള നല്ല നിമിഷങ്ങളെപ്പറ്റി രേവതി ഓർക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ പൂജാമുറിയിൽ നിന്നും പ്രാർത്ഥിക്കുന്ന ചന്ദ്രമതിയെ കാണിക്കുന്നു. തുടർന്ന് അടുക്കളയിൽ എത്തുന്ന ചന്ദ്രമതി പലഹാരമെല്ലാം പെട്ടെന്നുണ്ടാക്കാൻ പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെടുന്നു. തുടർന്ന് രേവതിയെ കുറ്റപ്പെടുത്തുന്ന ചന്ദ്രമതിക്ക് രവീന്ദ്രൻ കണക്കിന് കൊടുക്കുന്നു. ശേഷം ശ്രീകാന്തും വർഷയും വരുന്ന വിവരം ശ്രുതിയോട് പറയാൻ പോകുന്ന ചന്ദ്രമതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.